അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്, ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ, അല്ലെങ്കിൽ ബിന്ദുവിനോട് ചോദിച്ചു ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല. അപ്പം ദിലീപേട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ. അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ. പക്ഷെ നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ബുദ്ധിരാക്ഷസിനെ തിരിച്ചറിയണം, അതാണ് പറയാൻ പോകുന്ന കാര്യം. കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ടന്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം, മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ നിലയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില്, മീഡിയന്റെ മീറ്റില്, ലോഞ്ച് ട്രെയിലർ ടീസർ ലോഞ്ച് അല്ലെ, മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. കാരണം എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊടുത്തി, സ്വാഭാവികമായിട്ട് പടക്കം മാല. അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കും, ഇന്ന് എത്ര തവണ വിളിച്ചു രാത്രി? 4 ഞാൻ തുരുതുരാവിളി. എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല. അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോടാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റൊന്നും ഇല്ല, വർക്കാവാത്ത ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി, ഞാൻ യാത്ര ചെയ്താന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു, ആള് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ. വേറെ ആരുമില്ല, അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. അയാൾ കൃത്യമായി എന്തിന് BBC അടക്കം, ABC ഒഴിച്ച് BBC അടക്കം എന്ത് ചെയ്തു, ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരാബാദ് ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ, ബിന്ദു ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂവിൽ ഒരു ഇതിനകത്ത് കേട്ട കാര്യം എന്ന് വെച്ചാൽ, ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫ്രെയിംസ്, എനിക്കൊരു 10-12 വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട്. 2010 ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും. ഞാൻ അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക്. അപ്പൊ ആരാണ് ലിസ്റ്റിൻ? പേര് തന്നെ ഉണ്ട് ഒരു ഗുമ്മ്, പേരിലാണ് പകുതി. അപ്പൊ ഈ പേര് എവിടെയോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ അച്ഛന്റെ വായിൽ നിന്നാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ, എത്രയും ഒരു ഡസനോളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയണ്ടത് തിയേറ്ററുകൾ, സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഇത് ഹാരിസ് പറഞ്ഞ കാര്യമാണ്. കാരണം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. ലിസ്റ്റിൻ സ്റ്റീഫന് വലിയൊരു കൈയടിയാവാം എന്ന് എനിക്ക് തോന്നുന്നു.
പറയുന്നതൊക്കെ പറഞ്ഞില്ല, ഒക്കെ അടിച്ചിട്ടുണ്ട്. അവസാനമായി പറയേണ്ടത്